എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറ്റവും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയിലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ കേരള PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പം നമ്മൾ എല്ലാവരും കാത്തിരുന്നതാണ് ഓസ്ട്രേലിയ ഗ്രേഡ് 2, ഗ്രേഡ് 1, ഗ്രേഡ് 3, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി A. ഈ 3 നോട്ടിഫിക്കേഷനും വന്നു. രണ്ടെണ്ണത്തിന്റെ എക്സാം നടന്നു. ഇനി നമ്മൾ വാട്ടർ അതോറിറ്റി Aയുടെ എക്സാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കാത്തിരുന്ന നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓസ്ട്രേലിയ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ്, അതായത് 120 പേർക്ക് അഡ്വൈസ് പോയ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് മുന്നേ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആണ്. ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ നമുക്ക് വന്നിരിക്കുന്നത് 079/2026 ആണ്. നമ്മുടെ ഫേം എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ആണ്. അതിലേക്ക് നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ പോസ്റ്റ് എന്നാണ് നമ്മൾ അതിപ്പോൾ അറിയപ്പെടുന്നത്. സോ ഈ പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനമാണ് കേരള PSC പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 36,500 to 89,000 ആണ് നമ്മുടെ സ്കെയിൽ ഓഫ് പേ. ഡീറ്റെയിൽ ആയിട്ടുള്ള സാലറി വീഡിയോ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് നമുക്ക് ആന്റിസിപ്പേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഓൾറെഡി ലിസ്റ്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞ് തന്നെയാണ് വേക്കൻസീസ് പറയാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ഏജ് നിങ്ങൾക്ക് അറിയാം, ഏജ് റിലാക്സേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 40 വയസ്സാണ്. ജനറൽ കാറ്റഗറിയിൽ 18 to 40 ആണ് നമ്മുടെ ഏജ് എന്ന് പറയുന്നത്. നമുക്ക് റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് അതിനുള്ള തക്കതായിട്ടുള്ള ഇളവും ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് എന്ത് പറയാം, നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്നത് 079/2026 എന്ന് പറയുന്ന. സോ ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ SSLC ഓർ ഇക്വലന്റ് ആണ്. അതിന് കൂടെ അഡീഷണലി പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവാർഡഡ് ബൈ ദ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള. ഡിപ്ലോമ ഇൻ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ DTE അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കിട്ടിയ ഡിപ്ലോമ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും വേറെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ അത് കൺഫ്യൂഷൻ തീർക്കാനും PSC ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഒപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്ക് ഡിപ്ലോമ സിവിൽ അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻസ് പറഞ്ഞാൽ BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, MTech സിവിൽ എഞ്ചിനീയറിംഗ്, MTech ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, MTech കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, MTech കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, MTech സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഇത്രയും നമുക്ക് പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ഈക്വലന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് BTechഉം MTechഉം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് PSC പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം നമുക്ക് രണ്ട് BTech സിവിലും മെക്കാനിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 50 മാർക്ക് സിവിലും 50 മാർക്ക് മെക്കാനിക്കലുമാണ്. സിലബസിന്റെ ഡീറ്റെയിൽ അനാലിസിസ്, അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വെയിറ്റേജുകൾ, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്, എങ്ങനെ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ എൻട്രിയിലെ കോഴ്സസിലേക്ക് വരാം. നമുക്ക് സിവിലും മെക്കാനിക്കലും എല്ലാം നമ്മുടെ എൻട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ ഹാൻഡിൽ ചെയ്യുന്ന കോഴ്സസ് ആണ് നമുക്ക് എൻട്രിയിൽ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കോഴ്സായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇന്ന് കാറ്റഗറി നമ്പർ 79/2026 ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഓഫറോട് കൂടിയാണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസീ ഗ്രേഡ് 1 കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. സോ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ചേർന്ന് നമ്മളോടൊപ്പം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ കഴിഞ്ഞ LSTD AE റിസൾട്ട് വന്നപ്പോൾ മോർ ദാൻ 36 സ്റ്റുഡൻസ് നമ്മുടെ മെയിൻ ലിസ്റ്റിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതേ ടീം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ കേരള വാട്ടർ അതോറിറ്റി ഓവർസീ ഗ്രേഡ് 1 കോഴ്സുമായി വന്നിരിക്കുന്നത്. സോ ഈ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ വന്ന 35 പേര് പോലെ നിങ്ങൾക്ക് ഇനി വരുന്ന കേരള വാട്ടർ അതോറിറ്റി ഓവർസീ ഗ്രേഡ് 1 റാങ്ക് ലിസ്റ്റിൽ ഒരാളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നിങ്ങൾ പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ. എക്സാം എന്നായിരിക്കും എന്നൊന്നും ഐഡിയ ഇല്ല. നമ്മൾ അതൊന്നും ബോധേഡ് ആവുന്നില്ല. നമ്മൾ സിലബസ് വെച്ച് സ്ട്രക്ചേർഡ് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുകയാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ലാസ്റ്റ് ഡേറ്റ് മുന്നേ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇന്ന് ആക്റ്റീവ് ആവും അല്ലെങ്കിൽ നാളത്തോടു കൂടി ആക്റ്റീവ് ആവും. സോ അപ്ലൈ ചെയ്ത് നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.